Once again, welcome to my channel. This is Albin Roy. So, in this video will be based on my experience in reading. As a person, why I chose reading to be an important part of my life. കാരണം ഞാൻ ഒരിക്കലും ഒരു പ്രോ റീഡർ അല്ലായിരുന്നു എൻ്റെ ഫ്രം മൈ സ്കൂൾ ഡേയ്സ്. അക്കാഡമിക്സ് അല്ലാതെ ഒരിക്കലും ഞാൻ മറ്റ് ബുക്കുകൾ വായിക്കാൻ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ലായിരുന്നു. സോ ആക്ച്വലി ഈ ഒരു ട്രാൻസിഷൻ സംഭവിക്കുന്നത് 12th കഴിഞ്ഞിട്ടാണ്. 12th കഴിഞ്ഞപ്പോഴത്തേക്കിന് ഐ വാസ് സ്വിച്ചിങ് മൈ സ്ട്രീം ടുവേർഡ്സ് ആർട്സ്. സയൻസിൽ നിന്ന് മാറുന്ന ഒരു സമയത്ത് ആ ഒരു ട്രാൻസിഷനിൽ ഞാൻ മനസ്സിലാക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം വായന ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഭാഗമാണെന്നാണ്. സോ അതിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഞാൻ പതുക്കെ റീഡിങ് സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ദ ഇനീഷ്യൽ ഡേയ്സ് ഫോർ ട്രോമറ്റൈസിങ്. കാരണം ഞാൻ 2-3 പേജ് വായിച്ചു കഴിയുമ്പോഴത്തേക്കിന് ഉറക്കം വരിക, വായിക്കാതിരിക്കാൻ ഒരു ഫീല് തോന്നുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറ്റ് വാസ് ലിറ്ററലി നമ്മുടെ ആ ഒരു ഡിസിപ്ലിൻ തെറ്റിക്കുന്ന പോലെയായിരുന്നു. നമുക്കറിയാം വെൻ ഇറ്റ് കംസ് ടു ദിസ് ജനറേഷൻ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻക്ലൂഡിങ് മീ നമുക്കെല്ലാം ഫോക്കസിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. കാരണം when we see, because when we are scrolling throughout our daily life, we are losing our focus. കാരണം നമ്മുടെ കോൺസെൻട്രേഷൻ പീരീഡ് ഒത്തിരി കുറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ ആക്ച്വലി റീഡിങ്ങിനെ ഒരു ഹോബിയായിട്ട് എടുക്കാനുള്ള കാരണം അതിലേക്ക് ഒന്നാമത്തെ കാര്യം ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരിക, രണ്ടാമത്തെ കാര്യം ഫോക്കസ് കൂട്ടുക. സോ ഈ വീഡിയോ കാണുന്ന പലരും എനിക്കറിയാം, ഓഫ്കോഴ്സ് ഡെയിലി ലൈഫിൽ പല തിരക്കുകൾ കാരണം നമുക്ക് പ്രോപ്പറായിട്ട് വായിക്കാൻ സമയം കിട്ടുന്നില്ലായിരിക്കും. ഈവൻ സ്റ്റുഡൻസ് ഓൾസോ ദേ ഡോണ്ട് ഫോക്കസ് ഇൻ ടു റീഡിങ് ദാറ്റ് മച്ച്. ഞാൻ സ്റ്റുഡൻസിൻ്റെ കാര്യം പറയുന്നത്, റീഡിംഗ് എന്ന് പറയുന്നത് അക്കാഡമിക് മെറ്റീരിയൽസ് അല്ല, അത് ഉറപ്പായിട്ടും വായിക്കണം. കാരണം അതില്ലാതെ വി കനോട്ട് സ്കോർ ഓർ വി കനോട്ട് ലേൺ തിങ്സ് അറ്റ് സ്കൂൾ. ബട്ട് അപ്പാർട്ട് ഫ്രം അക്കാഡമിക്സ് ഉള്ള വായന, ലൈക്ക് ഫിക്ഷൻസ്, ജേർണൽ, ബയോഗ്രഫീസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെ നമ്മൾ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കും നമ്മളെ ഒത്തിരി നല്ലോണം. സോ സ്റ്റുഡൻസിലാണെങ്കിലും എനിക്ക് പേഴ്സണലി ഞാൻ സജസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വൺ among ദ മോസ്റ്റ് ബെസ്റ്റസ്റ്റ് ഹോബി എന്ന് വേണമെങ്കിൽ പറയാം റീഡിങ്ങിനെ. സോ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ വേണമെങ്കിൽ കുറച്ച് അഡ്വൈസേഴ്സ് പറഞ്ഞുതരാം. ആദ്യം ബൾക്കി ബുക്സ് വാങ്ങിക്കാതിരിക്കുക. കാരണം നമ്മൾ വലിയ ബുക്സ് വാങ്ങിച്ചാൽ അതിന് കാണാനൊരു രസമുണ്ടെന്നല്ലാതെ അതിനെ റീഡ് ചെയ്ത് ഫിനിഷ് ചെയ്യുക അത് പാടായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ടിങ് കുറച്ച് ദിവസം നമ്മൾ എത്രത്തോളം ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം നമുക്ക് മോട്ടിവേഷൻ കിട്ടും നെക്സ്റ്റ് ഒരു ബുക്ക് വായിക്കാൻ. സോ ഞാനിത് അഡ്വൈസ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ മാക്സിമം ചെറിയ കുറച്ച് പേജസ് ഉള്ള ബുക്ക് വായിക്കുക. കാരണം അത് നമ്മൾ വായിച്ച് കഴിയുമ്പോഴത്തേക്കിന് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ തരും. അതായത് നമ്മളൊരു ബുക്ക് കഴിഞ്ഞു, നൗ വി ഷുഡ് സ്റ്റെപ്പ് ടുവേർഡ്സ് ദ നെക്സ്റ്റ് ബുക്ക് ആൻഡ് നെക്സ്റ്റ്. അങ്ങനെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ റീഡിങ്ങിനെ നമുക്ക് ഹാബിറ്റ് ആക്കി കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ഇറ്റ് വിൽ റിയലി ഹെൽപ്പ് യു ഗൈസ്. ആൻഡ് സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ഒരു ബുക്ക് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ റീഡ് ചെയ്യാനുള്ള സ്ട്രക്ചറൽ പ്രിപ്പറേഷൻസ് സെറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ വാങ്ങിച്ച 2-3 ദിവസം നമ്മൾ ആ ബുക്ക് വായിച്ചു, അതിനുശേഷം അത് എവിടെയെങ്കിലും സൈഡിൽ കൊണ്ടിട്ട് പൊടി പിടിച്ചിരിക്കുന്ന അങ്ങനെ ആയിരിക്കരുത്. കാരണം ഇത് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലമാണ്, ഞാനും ഫേസ് ചെയ്തിട്ടുണ്ട്. സോ ഇതിനെ ടാക്കിൾ ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് മിനിമം 5 to 10 minutes ഡെഡിക്കേറ്റ് ചെയ്യുക. സോ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ മൊത്തം വായിക്കാതെ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു 2 pages സ്റ്റാർട്ടിങ്ങിൽ വായിക്കുക, 2 pages റെഗുലർലി എല്ലാ ദിവസവും വായിക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പം എന്ത് പറ്റും, നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ 2 pages വായിച്ചു കഴിയുമ്പം ആ സാറ്റിസ്ഫാക്ഷൻ തോന്നും, ആ ഒരു മോട്ടിവേഷൻ തോന്നിയിട്ട് നമ്മൾ നെക്സ്റ്റ് ഡേയും ആ 2 pages വായിക്കും. അങ്ങനെ സ്ലോലി ആ പേജസിൻ്റെ എണ്ണം കൂട്ടുക. തേർഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് നിങ്ങളെ അട്രാക്ട് ചെയ്യും ടുവേർഡ്സ് റീഡിങ് ഈസ് പിക്ചേഴ്സ് ഉള്ള ബുക്സ് വായിക്കുക. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം, ആസ് വി ഓൾ ആർ വൺ. സോ നമുക്ക് എല്ലാവർക്കും ഒത്തിരി എഴുത്തുകൾ മാത്രമുള്ളത് വായിക്കാൻ ചില സമയത്ത് ബോറടിക്കുക, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു കിഡ്സ്, ചിൽഡ്രൻ ആൻഡ് ദോസ് ആർ സ്റ്റഡിങ് ഇൻ 11th and 12th. സോ ആ ഒരു കാറ്റഗറി നമുക്ക് എല്ലാവർക്കും പിക്ചേഴ്സ് ഉള്ള ഭയങ്കര ഇഷ്ടമായിരിക്കും ബുക്സുകൾ വായിക്കാൻ. സോ മേക്ക് ഷുവർ ദാറ്റ് ദ ഫസ്റ്റ് ഇനീഷ്യൽ 5 books, if you are starting a new hobby of reading, you should be conscious that you should buy some books which have pictures in it. കാരണം അത് നമുക്കൊരു സ്റ്റാർട്ട് തരണം. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റാർട്ടിങ് മാത്രമാണ് നമുക്ക് പ്രോബ്ലം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ദി ഹാർഡസ്റ്റ്. നമ്മൾ അതിനെ ക്രോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇറ്റ് ഓൾ ഗ്രാജുവലി ഗോസ് ലൈക്ക് ദാറ്റ്. ഇന്നത്തെ ഈ ഒരു സ്ട്രെസ്ഫുൾ ലൈഫ് കൾച്ചർ എല്ലാവർക്കും അറിയാം. ഇന്ന് ഭയങ്കര ഈ ഒരു ടൈം പീരീഡ് ഭയങ്കര ഹാർഡാണ്. നമുക്ക് അറിയാം സൂയിസൈഡ് റേറ്റ്സ് ആർ ജമ്പിങ് ഹൈ. Children are losing their focus, and focus lose ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് they loses everything.
പഠിക്കുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് ഉറപ്പായിട്ടും അവർക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോക്കസ്. നമ്മുടെ റീഡിങ് ആസ് എ ഹോബി ഹോളിസ്റ്റിക്കലി നമ്മൾ നോക്കിയാൽ ഇറ്റ് വിൽ ഡെവലപ്പ് അവർ ഇൻ്റലക്ച്വൽ കേപ്പബിലിറ്റീസ്, ആ ഒരു ക്രിയേറ്റീവ് മെൻറ്റാലിറ്റീനെ ബൂസ്റ്റ് ചെയ്യും. സോ ഐ പേഴ്സണലി സജസ്റ്റ്, ഇപ്പം ആർക്കെങ്കിലും ഇപ്പം കൺഫ്യൂസ്ഡ്, നമ്മളെല്ലാവരും വിചാരിക്കും വി ഓൾ ഹാവ് ഹോബീസ്. ചിലവർക്ക് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണ്, അയ്യോടാ എനിക്കൊരു ഹോബി ഇല്ലല്ലോ, ഞാൻ ആക്ച്വലി എന്ത് വേണം ഹോബിയായിട്ട് പ്രിഫർ ചെയ്യാൻ. ഷുഡ് ഐ ഡു ദിസ് ഓർ ഷുഡ് ഐ ഡു ദാറ്റ്? ഇപ്പം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് പലവരും പറയും പ്ലേയിങ് ഗെയിംസ് ഈസ് മൈ ഹോബി. പക്ഷേ അങ്ങനെ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തവർക്ക് മറിച്ച് എന്ത് ചെയ്യാൻ പറ്റും? സോ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യുന്നു. ഹോബീസിനെ അന്വേഷിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഹോബിയാണ് റീഡിങ്. റീഡിങ് ഗീവ്സ് യു എ ലോട്ട്. ദാറ്റ് ബുക്ക് ഈസ് ദി ഓൺലി ഗിഫ്റ്റ് വിച്ച് യു ക്യാൻ ഓപ്പൺ അഗെയിൻ ആൻഡ് അഗെയിൻ. സോ obviously for students, elders, video it's not concentrated for students or children, especially when it comes to older people. They also want to read. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പ്രായമുള്ളവർ ഉറപ്പായിട്ടും ന്യൂസ് പേപ്പേഴ്സ് വായിക്കും. അതിനുള്ള ഇൻ്റലക്ച്വൽ കപ്പാസിറ്റീസ് അവർക്ക് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ് അല്ലാതെയും അവർ മറ്റ് ബുക്സിനെ റീഡ് ചെയ്യണമെന്ന് ഞാൻ അവരെയും കൂടെ ഇതിനകത്ത് മോട്ടിവേറ്റ് ചെയ്യാണ്. സോ യു ഷുഡ് റീഡ്. റീഡിങ് ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് പറയാം. സോ അബവ് ഓൾ ദാറ്റ് ഞാൻ ഒരു 3 ബുക്ക് റെക്കമെൻഡേഷൻസ് തരാം. പക്ഷേ ഈ ബുക്സ് എന്ന് പറയുമ്പം ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് ആസ് എ ബിഗിനർ യു ക്യാൻ ഗെറ്റ് ദിസ് ബുക്ക് ആൻഡ് സ്റ്റാർട്ട് റീഡിങ്. ബിക്കോസ് ദിസ് ബുക്ക് ഈസ് നോട്ട് ഫോർ കൈൻഡ് ഓഫ് ബിഗിനേഴ്സിന് വേണ്ടി ഞാൻ പറയാം ബുക്സ് ഏതൊക്കെയാണ്. എന്നാലും എൻ്റെ ദിസ് 3 recommendations can be an excellent books in your shelf if you are considering yourself as a reader in future. സോ ഫസ്റ്റ് ബുക്ക് നമ്മുടെ ലിയോ ടോൾസ്റ്റോയുടെ അന്ന കരീനിനെയാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് ബുക്ക്. ഇത് ഞാൻ ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത് കോളേജ് സെക്കൻഡ് ഇയറിലൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ബുക്ക്. കോപ്പി ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. സോ യു ക്യാൻ ഗെറ്റ് ദിസ് ബുക്ക് അണ്ടർ 500 ഓർ ഗെറ്റ് ആക്ച്വലി 500 rupees. സോ ഇതിനെ കൺസിഡർ ചെയ്യുക ആസ് എ മെയിൻ ബുക്ക് ഇൻ യുവർ ഷെൽഫ്. ബുക്ക് India's biggest cover-up. It's also an amazing book. You should read this if you are really interested in knowing the biggest kept secret of India about Subhash Chandra Bose. This is Anuj Dhar എഴുതിയ ബുക്കാണ്. It's also the greatest book you should have in this. ഇതൊരു ഹാർഡ് കോപ്പിയാണ്. Then another great important book which I recommend you guys is The Laws of Human Nature by Robert Greene. So these books ആക്ച്വലി എനിക്ക് ഈ 3 എണ്ണത്തിലും ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ഉള്ളത് ഈ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചറാണ്. പേഴ്സണൽ ഫേവറേറ്റ് ആണ്. പിന്നെ ഇതല്ലാതെ ഞാൻ വേണമെങ്കിൽ എൻ്റെ ഒരു ചെറിയ കളക്ഷൻ ഉണ്ട് ബുക്സിൻ്റെ. ഐ വിൽ ഷോ യു ഗൈസ്. സോ എൻ്റെ റീഡിങ് ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ചെറിയ ബുക്കിൽ നിന്നാണ്. ആ ബുക്ക് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ മൈറ്റ് ഹാവ് റെഡ് ദാറ്റ് ബുക്ക്. ഇറ്റ് വാസ് പവർ ഓഫ് യുവർ സബ്കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി. സോ that was a book which I started reading in the first. I was really fascinated after reading that book. എനിക്ക് പേഴ്സണലി ഭയങ്കര ഫേവറേറ്റ് ആയി. അങ്ങനെയാണ് ആക്ച്വലി മറ്റ് ബുക്കുകൾ വായിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് എൻ്റെ ഉള്ളിൽ തോന്നിയതും അങ്ങനെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു മെയിൻ പോയിന്റ്, ഞാൻ ആക്ച്വലി ഇപ്പം 4 ബുക്കാണ് ഒരുമിച്ച് ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഒരിക്കലും ഒരു സിംഗിൾ ബുക്ക് ലോങ് പീരീഡത്തേക്കിന് വായിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു ബോർഡെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ലോ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതേ സമയത്ത് ഐ കീപ്പ് ഓൺ ചേഞ്ചിങ് ദ റീഡിങ് ഓഫ് ദ ബുക്ക്. സോ അങ്ങനെ സബ്സിക്വൻ്റ് ആയിട്ട് ഞാൻ 4 ബുക്കിനെ മാറ്റി വായിച്ചുകൊണ്ടിരിക്കും ഇൻ ദ ഡെയിലി ബേസിസ്. സോ അങ്ങനെ എൻ്റെ ഒരു കളക്ഷൻസ് ബുക്ക് പെട്ടെന്ന് തീരുകയും ചെയ്യും. അറ്റ് ദ ടൈം ഐ വിൽ നോട്ട് ലൂസ് മൈ ഇൻട്രസ്റ്റ് ഇൻ റീഡിങ്. സോ ഐ സജസ്റ്റ് എവ്രി വൺ ടു സ്റ്റാർട്ട് റീഡിങ് ആൻഡ് ഐ പ്രോമിസ് യു ദാറ്റ് റീഡിങ് ക്യാൻ ഗീവ് യു enormous gifts or you can get enormous knowledges from reading habit. You will not regret. സോ ഞാൻ പറഞ്ഞതുപോലെ ഇതാണ് എൻ്റെ പുറകെ കാണുന്ന എൻ്റെ ഒരു ചെറിയ കളക്ഷൻസാണ്. അധികം ഞാനൊന്നും ചെയ്തിട്ടില്ല, എന്നാലും ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഞാൻ റെഫർ ചെയ്യുന്ന അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ ഇഷ്ടമുള്ളൊരു ബുക്സിൻ്റെ സെറ്റാണ് ഇപ്പം ഇതുവരെ ഉള്ള എൻ്റെ കയ്യിലുള്ള. സോ അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്ന ഫസ്റ്റ് ബുക്ക് ഈസ് ദ പവർ ഓഫ് സബ്കോൺഷ്യസ് മൈൻഡ് ബൈ ജോസഫ് മർഫി. ഈ ബുക്കാണ് ഞാൻ പറഞ്ഞത് ഞാൻ സ്റ്റാർട്ട് ചെയ്ത ബുക്ക് ഇതാണ്. ഈ ബുക്കിൽ നിന്നാണ് ഞാൻ എൻ്റെ റീഡിങ് ജേർണി ആക്ച്വലി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് വാസ് ആബ്സല്യൂട്ട്ലി ഗ്രേറ്റ് ബുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ബുക്ക്. സോ അതുപോലെ തന്നെ ഞാനിപ്പം പറഞ്ഞതുപോലെ 4 ബുക്ക് ഞാനിപ്പം ഒരുപോലെ ഫോളോ ചെയ്ത് വായിക്കുന്നുണ്ട്. ആ 4 ബുക്കുകളാണ് ഈ ഒരു സെറ്റ്. സോ അത് ഫസ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് എൻഡ്സ് വിത്ത് അസ് എന്ന് പറഞ്ഞാൽ കോലിൻ ഹൂവറിൻ്റെ ഒരു ബുക്കാണ്. ഇറ്റ്സ് വൺ ഓഫ് ദ നൈസ് ബുക്ക്. സോ ന്യൂയോർക്കിൻ്റെ ബെസ്റ്റ് സെല്ലറായിരുന്നു. സോ ദിസ് ബുക്ക് ഈ ഒരു ബുക്കാണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതല്ലാതെ നെക്സ്റ്റ് ബുക്ക് ഈസ് ആസ് എ സയൻസ് എന്തൂസിയാസ്റ്റ്. ഇത് ഉറപ്പായിട്ടും മസ്റ്റ് റീഡ് ഒരു ബുക്കാണ്. ഇത് ആസ് യു ഓൾ നോ ചാൾസ് ഡാർവിൻ്റെ ഒറിജിൻ ഓഫ് സ്പീഷീസ്, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ബുക്ക്
if you would like to know the background of human genesis, അപ്പം ഉറപ്പായിട്ടും മസ്റ്റ് റീഡ് ഉള്ളൊരു ബുക്കാണിത്. ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതല്ലാതെ ട്വിസ്റ്റഡ് ലവിൻ്റെ ഒരു ബുക്ക് ഞാൻ വായിക്കുന്നുണ്ട്. സോ ദിസ് ബുക്ക് ആൻഡ് ഇതാണ് അറ്റോമിക് ഹാബിറ്റ്സ് ബൈ ജെയിംസ് ക്ലിയറിൻ്റെ. സോ ഞാൻ ആസ് എ ബിഗിനർ, ഇഫ് സമൺ വാണ്ട്സ് ടു സ്റ്റാർട്ട് റീഡിങ് ഓർ റീഡിങ് ഹാസ് എ ഹോബി ആയിട്ട് ചൂസ് ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ബേസിക് ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇത് ഉറപ്പായിട്ടും നിങ്ങൾ ബക്കറ്റ് ലിസ്റ്റ് ചെയ്യുക, വാങ്ങിക്കണം, റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ. സോ ദിസ് ഈസ് അറ്റോമിക് ഹാബിറ്റ്സ്. അതർ ദാൻ ദിസ്, നമുക്ക് എല്ലാവർക്കും അറിയാം വില്യം ഷേക്സ്പിയറിൻ്റെ ജൂലിയസ് സീസർ. എന്നെ വളരെ നല്ലോണം അല്ലെങ്കിൽ പിടിച്ചു നിർത്തിയ ഒരു ബുക്കാണിത്, ഇൻട്രസ്റ്റ് മാറാതെ തന്നെ. നെക്സ്റ്റ് ബുക്ക് ഈസ്, നമുക്ക് എല്ലാവർക്കും അറിയാം അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒരു ബയോഗ്രഫിയാണ്. ഇറ്റ്സ് എ ബിഗ് ബുക്ക്, ബട്ട് ഇതൊരു ബിഗ് ബുക്ക് ആണെങ്കിലും ഇറ്റ് ഹാസ് ലിറ്ററലി ഡിഫറെൻറ്റ് ഫോട്ടോസ്. നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് ഒരിക്കലും മാറാതെ ഇതിനകത്ത് നമ്മുടെ വളരെ റെയറസ്റ്റ് ഓഫ് ദ റെയർ ഫോട്ടോഗ്രാഫ്സ് ഉള്ളൊരു ബുക്കാണ്. സോ ഐ ഹാവ് ദിസ്. നെക്സ്റ്റ് ഈസ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പീരിമെൻറ്റ്സ് വിത്ത് ട്രൂത്ത്. മഹാത്മാഗാന്ധിയുടെ ഓട്ടോബയോഗ്രഫിയാണ്. സോ ഇറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദ top books which I read to understand the Mahatma Gandhi's life. So the next book in പറയുമ്പോൾ the things we unfinished by Rebecca. So another ബുക്കാണ്. Next, psychology of money. This is one of the important books if you are a young person, mainly if you are in your early 20s. The compounding എന്ന് വെച്ചാൽ ഈ ചെറിയ ചെറിയ എമൗണ്ടിൽ നിന്ന് നമ്മൾ സേവ് ചെയ്യും. ആക്ച്വലി സൈക്കോളജി ഓഫ് മണി എന്ന് പറയുമ്പോൾ നിങ്ങളെ എങ്ങനെ മണി ഉണ്ടാക്കാമെന്നുള്ളതല്ല, ഇത് നിങ്ങളെ പഠിപ്പിക്കും ദി ആർട്ട് ഓഫ് കമ്പൗണ്ടിങ്, അല്ലെങ്കിൽ എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് ലൈഫിൽ കമ്പൗണ്ടിങ്. സോ ഈ ബുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു. ഇറ്റ്സ് വൺ ഓഫ് ദ ടോപ്പ് ബുക്സ് വിച്ച് യു ക്യാൻ റീഡ്. ദെൻ ജെയിൻ ഓസ്റ്റൻ്റെ പ്രൈഡ് ആൻഡ് പ്രെജുഡൈസ്. ഇത് ആക്ച്വലി ഞാൻ വായിച്ചിട്ടില്ല, സോ ഇതിന് എനിക്ക് വായിക്കണം. ഇതെൻ്റെ കയ്യിലുണ്ടെന്നുള്ളൂ. ഞാനിപ്പോൾ ജസ്റ്റ് റീസെൻ്റായിട്ട് പർച്ചേസ് ചെയ്തതാണ്. സോ ഐ ഹാവ് ടു റീഡ് ദിസ് ബുക്ക്. ദെൻ ഐ വിൽ ഗിവ് യു എ പ്രോപ്പർ റിവ്യൂ ഓൺ ദിസ്. പിന്നെ എൻ്റെ കയ്യിൽ ട്വിസ്റ്റഡ് സീരീസിൻ്റെ ഒരു എൻറ്റയർ ബുക്ക് തന്നെ ഉണ്ട്. ലൈക്ക് ദ ട്വിസ്റ്റഡ് ഹെയ്റ്റ്, ട്വിസ്റ്റഡ് ലൈറ്റ്സ് ആൻഡ് ട്വിസ്റ്റഡ് ലൈസ് ആൻഡ് ട്വിസ്റ്റഡ് ഗെയിംസ്. ഞാൻ ആക്ച്വലി ഫസ്റ്റ് പറഞ്ഞത് നമ്മുടെ ട്വിസ്റ്റഡ് ലവ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. സോ ഐ ഹാവ് ദി എൻറ്റയർ സീരീസ്, ബുക്ക് സീരീസ് ഓഫ് ട്വിസ്റ്റഡ്. ദെൻ ദി സ്ട്രഗിൾ ഫോർ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്, ഇത് ബിപിൻ ചന്ദ്ര. ഇത് ആക്ച്വലി ഞാൻ സിവിൽ സർവീസസിൻ്റെ പ്രിപ്പറേഷന് വേണ്ടി സ്റ്റാർട്ട് ചെയ്തതാണ് റീഡിങ്. ബട്ട് അതൊരു വളരെ നല്ലൊരു ബുക്കാണ് ടു അണ്ടർസ്റ്റാൻഡ് ദി ഫ്രീഡം സ്ട്രഗിൾ. സോ ഐ മസ്റ്റ് റെക്കമെൻഡ് ബുക്ക് ഫോർ ഓൾ ദി ഹിസ്റ്ററി സ്റ്റുഡൻസ്, സിവിൽ സർവീസ് ആസ്പിറൻസ് ആൻഡ് ഓൾ. ഇപ്പം മോസ്റ്റ്ലി പിള്ളേർ സ്പെക്ട്രത്തിലോട്ട് മാറി. എനിക്ക് സ്പെക്ട്രത്തിനേക്കാൾ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ബിപിൻ ചന്ദ്രയുടെ ബുക്സ്. സോ ഐ റെക്കമെൻഡ് ദിസ് ടു ഓൾ. ദെൻ ലിയോ ടോൾസ്റ്റോയുടെ നെക്സ്റ്റ് ബുക്ക് അന്ന കരീനിന. ഇതിനെ ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഇതിനകത്ത് തന്നെ ഇത് ചെയ്തിട്ടുണ്ടല്ലോ. സോ ദിസ് ഇസ് വൺ ഓഫ് ദ ടോപ്പ് ബുക്സ് യു ക്യാൻ റീഡ്. ദെൻ നിങ്ങളെ കാണിച്ചതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രബോസിൻ്റെ ബുക്ക് ആസ് വെൽ ആസ് ദി ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ. സോ ദിസ് ഈസ് ദ സ്മോൾ കളക്ഷൻ വിച്ച് ഐ ഹാവ്. I am concluding my video. Thank you. Have a nice day. If you like this video, please like, share and subscribe. അതുപോലെ till the next time, until we see, never let your parents down, never let your country down. Be proud of yourself. Be confident about yourself.